സങ്കടകരമായ ഒരു അപ്ഡേറ്റ് വരുന്നത് കോഴിക്കോട് ഓവുചാലിൽ കാണാതായ ശശിയുടെ മൃതദേഹം കണ്ടെത്തി എന്നൊരു സൂചന വരുന്നുണ്ട്. രതീഷ് വാസുവിനുണ്ട്. രതീഷ്, പറയാം, എന്താണ് നിലവിലെ ലക്ഷ്മി, ഈ നമ്മൾ നേരത്തെ ഇദ്ദേഹത്തെ കാണാതായ കോവൂർ ബസ് സ്റ്റോപ്പിന് സമീപത്തുനിന്ന് ഒരു 1.5 കിലോമീറ്റർ മാറി ഈ പാലാഴിക്കടുത്ത് ഇക്ര കമ്മ്യൂണിറ്റി ക്ലിനിക്കിനോട് ചേർന്നാണ് ഈ ഒരു ഒഴിഞ്ഞ സ്ഥലമുണ്ട്, കുറച്ചുകൂടെ വീതിയേറിയ പ്രദേശമുണ്ട്. ആ ഭാഗത്താണ് ഇപ്പോൾ ഇദ്ദേഹത്തിന്റെ മൃതദേഹം കണ്ടെത്തിയിട്ടുള്ളത്. എന്തായാലും അവിടെ നിന്ന് അല്പ ദൂരെ തന്നെയാണ് മൃതദേഹം കണ്ടെത്തിയിട്ടുള്ളത്. ഇപ്പോൾ അത് പുറത്തെടുക്കാനുള്ള നടപടിക്രമങ്ങളിലേക്ക് ഫയർഫോഴ്സും അതുമായിട്ട് സന്നദ്ധ പ്രവർത്തകരൊക്കെ തന്നെ ഇവിടെ എത്തിയിട്ടുണ്ട്. അവിടെ നിന്ന് ഏകദേശം കുറച്ചുകൂടി വീതി കൂടിയ തുറന്ന ഭാഗമാണ് ഈ ഉള്ളത്. നമ്മൾ ദൃശ്യങ്ങളിൽ കാണാൻ കഴിയുമെന്ന് തോന്നുന്നു. ആ ഭാഗത്താണ് അദ്ദേഹത്തിന്റെ മൃതദേഹം കണ്ടെത്തിയിട്ടുള്ളത്. ഈ രതീഷ്, ഇനി അടുത്ത നടപടി എന്താണ്? ഇപ്പോൾ കണ്ടെത്തിയിട്ടുണ്ട്, ഇനി പുറത്തെടുക്കാനുള്ള പരിശ്രമമായിരിക്കും അല്ലേ? തീർച്ചയായും അതിനുള്ള നടപടിക്രമങ്ങളാണ് ഇപ്പം നടന്നുകൊണ്ടിരിക്കുന്നത്. ഫയർഫോഴ്സിൻ്റെ റെസ്ക്യൂ സേനാംഗങ്ങൾ എത്തിയിട്ടുണ്ട്. അവർ ഇത് മൃതദേഹം കണ്ടെത്തി. ഇനി ഇതെടുത്ത് ഉടനെ തന്നെ ആശുപത്രിയിലേക്ക് മാറ്റുക എന്നത് തന്നെയാണ് ചെയ്യുന്നത്. ഇപ്പോൾ റെസ്ക്യൂ സേനാംഗങ്ങൾ. ഇതിപ്പോ ഏത് ഭാഗത്താണ് രതീഷ്? നമ്മള് കുറച്ച് മുന്നേ പറഞ്ഞ പോലെ ആ കാട് പോലെ കിടന്ന, മണ്ണടിഞ്ഞ് കിടന്ന ആ പ്രദേശത്താണോ? സുലക്ഷ്മി, ഈ ഭാഗത്ത്, ഈ പാലാഴി ഭാഗത്ത് ഈ തുറന്ന ഭാഗമുണ്ട്. ഈ വെള്ളച്ചാലിന് ഈ നീരൊഴുക്ക് തുടർന്ന് വരുന്ന ഈ പാലാഴിയിലേക്ക്, പുഴയിലേക്ക് സംഗമിക്കുന്നതിന് കുറച്ച് മുമ്പായിട്ട് ഒരു തുറന്ന ഭാഗമുണ്ട്. മറ്റുള്ള ഭാഗങ്ങളിലൊക്കെ ഇരുഭാഗത്തും കല്ല് കെട്ടിയ ചാലായി ആണ് ഇത് ഒഴുകുന്നത്. ഈ ഭാഗത്ത് തുറന്ന രീതിയിലാണ് ഒഴുകുന്നത്. കുറച്ച് മരങ്ങളും ഒക്കെയുണ്ട്. ആ ഭാഗത്താണ് തടഞ്ഞു നിൽക്കുന്ന നിലയിൽ ഇതിന് മൃതദേഹം കണ്ടെത്തിയത്. ഈ വളരെ യാദൃശ്ചികമായി ഈ ചപ്പിൻ്റെയൊക്കെ ഇടയിൽ ആണ് കണ്ടെത്തിയിട്ടുള്ളത്. അതുകൊണ്ട് തന്നെയാണ് ഇന്നലെ രാത്രി ഈ ഇതിനിടയിൽ മറഞ്ഞു കിടക്കുന്നതുകൊണ്ട് തന്നെ ആയിരിക്കാം ഇന്നലെ കാണാൻ കഴിയാതിരുന്നത് എന്ന് മനസ്സിലാക്കുന്നു. എന്തായാലും മൃതദേഹം ഇപ്പോൾ പുറത്തെടുത്തു. ഇനി പോസ്റ്റ്മോർട്ടം നടപടികൾക്കും മറ്റ് അനന്തര നടപടികൾക്കായും കോഴിക്കോട് മെഡിക്കൽ കോളേജിലേക്ക് കൊണ്ടുപോകാൻ തന്നെയാണ് സാധ്യത. മൃതദേഹം ഇപ്പോൾ എടുത്തു കരയ്ക്ക് കയറ്റിയിട്ടുണ്ട്. ഇനി മറ്റ് അനന്തര നടപടികൾ, പോസ്റ്റ്മോർട്ടം ഉൾപ്പെടെയുള്ള നടപടികളിലേക്ക് നീങ്ങും. സൊല്യൂഷൻ. സങ്കടകരമായ കാഴ്ചകളാണ് നമ്മൾ ഈ കണ്ടുകൊണ്ടിരിക്കുന്നത്. ഇന്നലെയാണ് കോഴിക്കോട് കോവൂരിൽ ഇദ്ദേഹം കാല് വഴുതി ഓടയിലേക്ക് വീഴുന്നത്. മഴയുണ്ടായിരുന്നു, ശക്തമായ വെള്ളപ്പാച്ചിലുണ്ടായിരുന്നു, അതിൽ പെട്ടുപോയതാണ്. പുലരുവോളം ഏറെക്കുറെ 2:30-3 മണി വരെ തിരച്ചിലൊക്കെ നടത്തിയതാണ്. പക്ഷേ അദ്ദേഹത്തെ കണ്ടെത്താൻ കഴിഞ്ഞില്ല. രാവിലെ 7 മണിക്ക് ദൗത്യം പുനരാരംഭിക്കാൻ തുടങ്ങുമ്പോൾ തന്നെ മൃതദേഹം കണ്ടെത്തിയിരിക്കുന്നു എന്ന സങ്കടകരമായ കാഴ്ചകൾ നമ്മൾ കാണുന്നു. മൃതദേഹം പുറത്തെത്തിച്ചിട്ടുണ്ട്. അദ്ദേഹത്തെ മാറ്റുന്ന പ്രവർത്തനങ്ങളാണ് അവിടെ നടക്കുന്നത്. ആശുപത്രിയിലേക്ക് മാറ്റുന്നതാണ്. അതിൻ്റെ തത്സമയ ദൃശ്യങ്ങളാണ് പ്രേക്ഷകർ കാണുന്നത്. തീർത്തും സങ്കടകരമായ കാഴ്ച. ഇതിനു മുൻപ്, മാസങ്ങൾക്ക് മുൻപ് തിരുവനന്തപുരത്ത് ഇതുപോലെ ജോയ് എന്നൊരാൾ അഴുക്കുചാലിൽപ്പെട്ട് മരണപ്പെട്ടു പോയ സംഭവം നമ്മുടെ കൺമുന്നിലുണ്ട്. ഇതിപ്പോൾ കോഴിക്കോടാണ് ഈ സംഭവം. ഓടയിൽ വീണ് ഇന്നലെ കാണാതായി. ഇന്നിപ്പോൾ അദ്ദേഹത്തിൻ്റെ മൃതദേഹം കണ്ടെത്തിയിരിക്കുന്നു.